ഓം നമ ശിവായ. ഇന്ന് ഞാൻ നിങ്ങളോട്, എല്ലാ ഭക്തജനങ്ങളോടും എനിക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി നാളിൽ ഉണ്ടായ ഒരു അനുഭവം വിശദീകരിക്കുകയാണ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എല്ലാ ശിവരാത്രിയിലും വ്രതമനുഷ്ഠിച്ച് ഉറക്കമൊഴിയാറുണ്ട്. എന്നിരുന്നാലും 3 മണി 5 മണി സമയമാകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. പൂർണ്ണമായി വ്രതത്തിലെത്താനോ ഒഴിഞ്ഞെത്തുവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എല്ലാ അമ്പല ദർശനങ്ങളും നടത്തും. മുടക്കം വരുത്താതെ ശബരിമല ദർശനവുമൊക്കെ നടത്തുന്ന ഒരു ഭക്തനാണ് ഞാൻ. അന്നേ ദിവസം ശിവരാത്രി ജോലി കഴിഞ്ഞ് ഞാൻ വന്നു. പക്ഷേ വ്രതമൊന്നും അനുഷ്ഠിച്ചില്ല. അമ്മ നല്ല വ്രതവും അനുഷ്ഠിച്ച് ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി വ്രതമെടുത്ത് നിൽക്കുകയാണ്. അമ്മ എല്ലാ ശിവരാത്രിയും ഉറക്കമൊഴിയും. പൂർണ്ണ ഭക്തയാണ്. പൂർണ്ണമായി ഉറക്കമൊഴിഞ്ഞ് നിൽക്കുവാനും അമ്മയ്ക്ക് കഴിയും. ഞാൻ പക്ഷേ എനിക്കതിന് കഴിയാറില്ല. വഴിയിൽ മുടങ്ങുകയാണ് പതിവ്. ഇപ്രാവശ്യം എനിക്കെന്തോ ശിവരാത്രി വ്രതമെടുക്കണമെന്ന് നേരത്തെ തോന്നിയിരുന്നെങ്കിലും ആഹാരമൊക്കെ വൃത്തിയില്ലാതെ കഴിക്കുകയൊക്കെ ചെയ്തു. വ്രതമല്ലാതെയായി. എന്നിരുന്നാലും എനിക്ക് സന്ധ്യയോടടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം, ഒന്ന് ഉറക്കമൊഴിയണോ, അല്ലെങ്കിൽ ഒന്ന് ഭഗവാനെ കണ്ടുകളയാം. അങ്ങനെ ഇരുന്നപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുകയും ഏകദേശം 6 മണിയോടടുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഉദ്ദേശം 9-9:30 സമയത്ത് ഞാൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി. എന്നിട്ട് ഞാൻ അവിടേക്ക് നിന്ന് തൊഴുത് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് ഇതുപോലെ വീഡിയോയുമൊക്കെ എടുത്തു. ഏകദേശം 12 മണി സമയത്ത്, അവിടെ ആചാരങ്ങളൊക്കെ തുടങ്ങുന്ന 12 മണി സമയമാകുന്ന സമയത്താണ്. അങ്ങനെ ഞാൻ ക്യൂവിൽ നിന്ന് ഭഗവാന്റെ തിരുമുമ്പിലെത്തി. തിരുമുമ്പിലെന്ന് പറഞ്ഞാൽ ഭഗവാനും ഞാനും നേർക്ക് നേർ നിൽക്കുന്ന ആ ഒരു നിമിഷം. ഇരുവശത്തും ഭഗവാന്റെ നടക്കകം മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് 21 താഴികക്കുടം ഭഗവാൻ അർപ്പിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എല്ലാ മഹാശിവരാത്രിയിലും 12 മണി സമയത്ത് ഈ ഒരു ചടങ്ങ് ആ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. അങ്ങനെ എന്താണ് എനിക്ക് പറ്റിയ അത്ഭുതം എന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഭഗവാന് നേർക്ക് നേർ, ഭഗവാന്റെ ബിംബത്തിന് നേർക്ക് നേർ വന്നപ്പോൾ ഇരുവശത്തു നിന്നും സ്റ്റക്കായി നിൽക്കുന്നു. അവിടെ ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നേരെയും ഇരുവശത്തും ആളുകൾ നിൽക്കുന്നു. അങ്ങോട്ടും മാറാൻ കഴിയില്ല, ഇപ്പുറത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും മാറാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ ഇടതുവശത്ത് നിന്ന് ഒരു മുത്തശ്ശി, ഏകദേശം 90 വയസ്സിന് മുകളിൽ നരച്ചൊരു മുത്തശ്ശി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഏറ്റുമാനൂരുകാരാ, ഇത്രയും കൊല്ലമായിട്ടും ഇതുപോലെ തൊഴുവാനൊരു അവസരം ഭഗവാൻ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല കേട്ടോ. ഒരു അശരീരി പോലെയാണ് ഇന്നും എൻ്റെ ചെവിയിൽ അത് മുഴങ്ങുന്നത്. ഭഗവാൻ എന്നെ നേർക്ക് നേർ നിർത്തി 21 താഴികക്കുടം അർപ്പിച്ച് എന്നെ തൊഴുവിപ്പിച്ച രംഗം ഇന്നും എനിക്ക് മറക്കാൻ കഴിയാത്ത അത്ഭുതമായ അനുഗ്രഹമാണ് ഭഗവാൻ എനിക്കന്ന് നൽകിയത്. ഒരു തുള്ളി ജലത്തിൽ പോലും പ്രസാദിക്കുന്ന പരമേശ്വരൻ ഇത്രയും കരുണാവാരിധിയും ക്ഷിപ്രപ്രസാദിയും ആണെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കുന്നത്. എല്ലാ വ്രതവും തെറ്റിച്ച എനിക്കും ഭഗവാൻ അനുഗ്രഹിച്ചു.